ഇസ്രായേലിനെതിരെ തിരിച്ചടി നൽകാൻ ഇറാൻ അറിയാഞ്ഞതുകൊണ്ടല്ല, കൂടുതൽ രാജ്യങ്ങൾ ഇറാന് സപ്പോർട്ടുമായി എത്തുകയാണ്. ഒരു യുദ്ധം ജയിച്ച പ്രതീതി ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നു. നേരത്തെ നമുക്കറിയാം, ഇസ്രായേൽ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് അറ്റാക്ക് നടത്തിയപ്പോഴും ഇറാൻ പതറിയില്ല. ആണവ ശാസ്ത്രജ്ഞന്മാരെ വധിച്ചപ്പോഴും പതറിയില്ല. ആയത്തുള്ള അൽ ഖമനി വളരെ ജാഗ്രത നിർദ്ദേശങ്ങൾ നൽകി തന്നെയാണ് ഇസ്രായേലിനെതിരെ ആ 12 ദിവസത്തെ യുദ്ധം കൃത്യമായി ആവിഷ്കരിച്ചത്. അവിടെയും ഖത്തറിലെ എയർബേസിൻ തകർത്തുകൊണ്ട് ഇറാൻ നൽകിയൊരു മറുപടിയുണ്ട്. അമേരിക്കയിൽ ഇപ്പോൾ ഏറ്റവും വലിയ സംസാര വിഷയം ഇറാനെ തളയ്ക്കാൻ എങ്ങനെ കഴിയും എന്നതാണ്. ഖാസിം സോലമേനിയുടെ മരണത്തിന് ശേഷം, അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിന് ശേഷം ഇറാൻ കരുതി തന്നെയാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴിതാ ഇസ്രായേലിൻ്റെ അഹങ്കാരത്തിനും അവരുടെ അധിനിവേശ സ്വഭാവത്തിനും കിട്ടുന്ന മറുപടി എന്നത് ഇറാന് കിട്ടുന്ന വലിയ സഖ്യ സ്രോതസ്സുകളാണ്. റഷ്യയും ഫ്രാൻസുമൊക്കെ ഇറാനോടൊപ്പം നിൽക്കുന്ന സാഹചര്യം, ഗൾഫ് രാജ്യങ്ങൾ ഒട്ടുമിക്കതും ഇറാനോടൊപ്പം നിൽക്കുന്ന സാഹചര്യം, പ്രോക്സി ഫോഴ്സുകളെ തകർക്കാൻ ഖത്തറിൽ കയറി ആക്രമിച്ച ഇസ്രായേൽ നടപടിയെ ഒന്നടങ്കം അറബ് രാജ്യങ്ങൾ എതിർക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളുടെ സമാധാന നിലയെ തകർക്കാൻ ഇസ്രായേൽ വീണ്ടും വീണ്ടും ശ്രമിക്കുകയാണ്. ഇസ്രായേലിൽ ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല. കാരണം അവർ എപ്പോഴും ഫലസ്തീനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഫലസ്തീനിൽ മരിച്ചുപോയ, അകാല മൃത്യുവടഞ്ഞ, ഇസ്രായേൽ നശിപ്പിച്ച നിരവധിയായ നിരപരാധികളുണ്ട്. അവരുടെ കണക്ക് കൃത്യമായി തീർക്കാതെ ഹൂതി വിമതർ കെട്ടടങ്ങില്ല എന്നും ഹമാസും ഹിസ്ബുള്ളയിലും അവശേഷിക്കുന്നവർ ഇസ്രായേലിൻ്റെ സമ്പൂർണ്ണ നാശത്തിന് വേണ്ടി പണിയെടുക്കുമെന്നും ഉറപ്പിച്ചു തന്നെ നീങ്ങുമ്പോൾ ഇസ്രായേലിൻ്റെ ഹാലിളകുകയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സമനില തെറ്റിയ അന്തരീക്ഷമാണ്. നെതന്യാഹുവിൻ്റെ സമനില എന്തുകൊണ്ടും തെറ്റും. കാരണം അവർക്കറിയാം, അവരുടെ എല്ലാ ശക്തി സ്രോതസ്സുകളും തകർന്നുകൊണ്ടിരിക്കുകയാണ്. US-ൻ്റെ സപ്പോർട്ടില്ലാതെ ഒരു അടി പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. US-നെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ പരിപൂർണമായി സംരക്ഷിച്ച് പിടിക്കേണ്ട ബാധ്യതയൊന്നും അവർക്കില്ല. അവരിപ്പോൾ താരിഫ് വർധനയുമായി ബന്ധപ്പെട്ട മറ്റു ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ ഫലസ്തീനിലെ സമാധാനം പുലരാൻ വേണ്ടി യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും മുന്നോട്ട് വരുമ്പോൾ ഇറാൻ അവിടെയും ശക്തമായ കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. ഇറാൻ പറയുന്നത്, ഫലസ്തീനെ മോചിപ്പിക്കാതെ പ്രോക്സി ഫോഴ്സുകളും ഞങ്ങളും വെറുതെ ഇരിക്കുമെന്ന് കരുതുകയേ വേണ്ട. എന്തുകൊണ്ട് ഇസ്രായേൽ ഞങ്ങളെ ആക്രമിച്ചു? ആണവ സമ്പുഷ്ടീകരണം ഉൾപ്പെടെ ഞങ്ങൾ നടത്തുന്ന പദ്ധതികളെ എന്തുകൊണ്ട് ഇസ്രായേൽ ഭയക്കുന്നു? ഇസ്രായേലിന് അറിയാം അവർ ചെയ്യുന്നത് മുഴുവൻ തെറ്റാണ് എന്നുള്ളത്. അവരെ ഏത് നിമിഷവും ആ വലിയ മഹാഭാവത്തിന് ശിക്ഷ കൊടുക്കുമെന്നും അറിയാം. അത് ഏത് വഴിയിലൂടെയാണെന്ന് നെതന്യാഹുവിന് വളരെ വ്യക്തമായി അറിയില്ല. അതുകൊണ്ടാണ് അവർ സമനില തെറ്റി ആക്രമിക്കുന്നത്. എന്നാൽ ഞങ്ങളുടെ മനസ്സിൽ വളരെ വ്യക്തമായ പ്ലാനുണ്ട്. ഞങ്ങൾ സമാധാനത്തോടെ ആ പ്ലാൻ ആവിഷ്കരിച്ച് വെച്ചിട്ടുണ്ട്. അത് പൊട്ടിക്കേണ്ട സമയത്ത് പൊട്ടിക്കും.